നല്ലതായിരുന്നു. ഓക്കെ, ദ മെയിൻ മോട്ടിവേഷൻ ടു കം ഹിയർ ഇസ് അവർ മറിമായം ടീം ആയതുകൊണ്ട്. ആൻഡ് അവരിങ്ങനെ ഒരു മൂവി ആയിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഹാവ് നോട്ട് ഡിസപ്പോയിൻറ്റഡ്. വളരെ നല്ലതായിരുന്നു. മ്യൂസിക് വളരെ നല്ലതായിരുന്നു. റിയലി ഹാഡ് എ വണ്ടർഫുൾ ടൈം. നൈസ് മൂവി, മസ്റ്റ് വാച്ച് ഫോർ യങ്സ്റ്റേഴ്സ്. ഒരു നാടിൻ്റെ കുറേ പ്രശ്നങ്ങളും അതിന് പരിഹരിക്കാൻ വേണ്ടി ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും അദ്ദേഹം അതിൽ ചെയ്യുന്ന ത്യാഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഒരു വിഷയമാണ് ഈ സിനിമ. അതിന് നല്ല മെസ്സേജ് തരുന്ന സിനിമയാണ്. കുഴപ്പമില്ല, ഒരു മറിമായത്തിൻ്റെ അതേ ഒരു വൈബിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ പോലെ തോന്നി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് തോന്നി. പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ആണ്. നമ്മളിപ്പോൾ ഈ സീരിയലും സിനിമയും തമ്മിൽ 2 ലെവലിലാണ് മേക്ക് ചെയ്യേണ്ടത്. അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സമ്മതിച്ചു പറ്റും. അവർക്കൊരു കൺഗ്രാജുലേഷൻ കൊടുക്കണം. കാരണം സീരിയൽ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പടം എടുക്കാൻ പറ്റില്ല, സിനിമ ചെയ്യുമ്പോൾ സീരിയലും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫ്രെയിംസും കാര്യങ്ങളൊക്കെ പക്കാ സിനിമ ഫ്രെയിം തന്നെയാണ്. അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് അതിൻ്റെ ഡയറക്ടേഴ്സ് 2 പേർക്കും പിന്നെ സ്ക്രിപ്റ്റും തന്നെയാണ്.